നമസ്കാരം. ABK ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന പലഹാരം എന്നാന്ന് വെച്ചാൽ, ഓണത്തിന് നമ്മൾ പല ഉപ്പേരിയും പലഹാരങ്ങളും സദ്യയും എല്ലാം ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതിലൊരു പലഹാരമാണ് ചീട. അതായത് ഓണത്തിന് നമ്മൾ ഉപ്പേരി കായ കൊണ്ട് തന്നെ 2-3 വിഭവങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ ചീട ഉണ്ടാക്കും. അതുപോലെ തന്നെ സദ്യയും പായസമെല്ലാം ഉണ്ടാക്കും. പക്ഷേ ഇന്ന് ഞാനൊരു ചെറിയ വീഡിയോ ചെയ്യുന്നത് ചീട ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. നമ്മൾ സാധാരണ ഓണമൊക്കെ വരുമ്പോഴേക്ക് ഇന്നത്തെ കാലത്ത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കും. ഇന്ന് വളരെ കൂടുതൽ ആൾക്കാരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കടയിൽ നിന്ന് പാക്കറ്റ് മേടിക്കുന്നതായിട്ട് ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്, നമ്മൾ വീടുകളിൽ ചീട നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, ഞങ്ങൾ ഉണ്ടാക്കുന്നത് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. നമ്മൾ സിമ്പിളായിട്ടൊരു വീഡിയോ ചെയ്ത് ഇടുവാണ്. അതിൽ വേണ്ട ഞാൻ ഈ ചീട ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം സാധനങ്ങൾ എടുത്തു എന്നുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞ് ഞാൻ പറയാം. ഞാൻ അരി വെള്ളത്തിലിട്ട് കുതിർത്ത് പൊടിച്ച് വറുത്തെടുത്തു. അതുപോലെ തന്നെ ഉഴുന്ന് പൊടിച്ചെടുത്തു. അതുപോലെ തന്നെ തേങ്ങയും ജീരകവും കൂടെ അരച്ചെടുത്തു. ഇതിൽ മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ചൂടുവെള്ളം ഒഴിച്ച്, അതായത് വെള്ളം പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒരിക്കലും കുഴയ്ക്കരുത്. ചൂടുവെള്ളം എടുത്ത് ഒഴിച്ച് മാവ് കുഴച്ച് കുറേ നേരം ചൂടാറാൻ വേണ്ടി തണുക്കാൻ വെച്ച്, അത് കഴിഞ്ഞിട്ട് ചീടയിലേക്ക് വന്ന പിന്നെ മാവ് കുഴച്ചതിന് വെച്ചതിന് ശേഷം ചൂടാറി കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ഞങ്ങൾ ഉരുട്ടാൻ തുടങ്ങി. ഇപ്പം നമ്മൾ ചീടയുടെ അടുത്ത പടിയിലേക്ക് പോയാണ്. മാവിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ കുറേ ചീട ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ എണ്ണയൊക്കെ വെച്ച് വറുത്തെടുക്കും. നമ്മൾ വീടുകളിൽ ചെയ്യാൻ പറ്റിയ ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ യൂട്യൂബ് ചാനലിൽ ഇത്ര വിപുലമായിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ പ്രേക്ഷകരും എന്നോട് ക്ഷമിക്കണം എന്ന് പറയണം. ഇനിയുള്ള വീഡിയോകൾ ഓരോന്നും നന്നാക്കി ഇടാൻ ഞാൻ ശ്രമിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ അതോടെ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഇത് കണ്ട് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളിപ്പം ചീട ഉണ്ടാക്കുന്ന രീതിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചീട ഇപ്പം നമ്മൾ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രോസസ്സ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉരുട്ടി കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടാക്കും. എണ്ണ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഉരുട്ടിയ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കും. ഇപ്പോൾ ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എണ്ണയിലേക്ക് നമ്മൾ ഉരുട്ടിയ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, എൻ്റെ പ്രിയ ചാനൽ ശ്രോതാക്കളെ, എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ കൂടെ വന്ന ഈ വീഡിയോകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. അതോടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ്